വെൽക്കം ടു വൈൽഡ് മാലോ. 2024 PSC പരീക്ഷകളിലെ PSC ചോദിച്ചിട്ടുള്ള 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്ത്? ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്ത്? പുഷ്പക്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി 5 മിസൈലിൻ്റെ പരീക്ഷണ നാമം എന്ത്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി 5 മിസൈലിൻ്റെ പരീക്ഷണ നാമം എന്ത്? ദിവ്യാസ്ത്ര. ഇന്ത്യ കരനാവിക സൈനിക സംയുക്ത അഭ്യാസത്തിൻ്റെ പേരെന്ത്? ഇന്ത്യ കരനാവിക സൈനിക സംയുക്ത അഭ്യാസത്തിൻ്റെ പേരെന്ത്? ഭാരത് ശക്തി. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേരെന്താണ്? ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേരെന്താണ്? ശിവശക്തി പോയിന്റ്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീഎൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത്? സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീഎൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത്? അഗ്നി 5. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 107. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദി. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്ത്? ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്ത്? കർത്തവ്യപഥ്. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര്. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് നിരാമായ പദ്ധതി. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്താണ്? ISROയുടെ അഭിമാന പദ്ധതിയായിട്ടുള്ള ചന്ദ്രയാൻ 3ൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് ആരാണ്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് ആരാണ്? വി ഷിനിലാൽ. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത് ആരാണ്? മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത് ആരാണ്? റോജിൻ തോമസ്. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ട് നാണയം പുറത്തിറക്കിയ രാജ്യം യുണൈറ്റഡ് കിങ്ഡം. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയ. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഇറാൻ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ: ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ.
ഇത്തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത്തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്ലറ്റിക്സ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്ത്? ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്ത്? ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? അല്ലു അർജുൻ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? പാരീസ്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ചെറുധാന്യങ്ങൾ. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗഗ്ലി ബവേൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗഗ്ലി ബവേൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ട്സ്. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പല്ലന്റ് ഏത്? ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പല്ലന്റ് ഏത്? ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ ഇക്കണോമി എ റിവ്യൂ എന്ന തിലക്കത്തിലുള്ള റിപ്പോർട്ട് എഴുതിയത് ആര്? 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ ഇക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് ആരാണ്? വി അനന്ത നാഗേശ്വരൻ. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ബീഹാർ. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ അജയ്. കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ. കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ. ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഒമേഗലിന്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. എന്നാണ് 2023 നവംബർ 8. ഒമേഗലിന്റെ സ്ഥാപകൻ ആരാണ്? ലീവ് കെ ബ്രൂക്സ്. 2024-25 യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? 2024-25 യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമൻ. നാരി ശക്തൻ വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് എന്ന്? നാരി ശക്തൻ വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് എന്ന്? 2023 സെപ്റ്റംബർ 20. കേരളത്തിലെ നാടൻ കലകളുടെ പ്രചാരത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. കേരളത്തിലെ നാടൻ കലകളുടെ പ്രചാരത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി കളിത്തട്ട്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ
പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ. ഡോക്ടർ എസ് പേസി. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്? 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്? ഓപ്പൺഹൈമർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്താണ്? ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്താണ്? മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്ന പേര്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്ന പേര്. പ്രഗ്യാൻ. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രോണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രോണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? IRS-1A. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ. MS ധോണി. കേരളത്തിൽ 14ാമത് പഞ്ചവത്സര പദ്ധതി കാലം. കേരളത്തിൽ 14ാമത് പഞ്ചവത്സര പദ്ധതി കാലം 2022 മുതൽ 2027 വരെ. 2023 പുറത്തിറങ്ങിയ ദ കാവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? 2023 പുറത്തിറങ്ങിയ ദ കാവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? എബ്രഹാം വർഗീസ്. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 10. താങ്ക്സ് ഫോർ വാച്ചിങ്.